മോദിക്ക് ഭാരതത്തിന് നെതർലാൻഡ്സ് ചോള ചെമ്പുതകിടുകൾ എന്തിനാണ് ഇപ്പോൾ തിരികെ നൽകിയത്? ചക്രവർത്തി രാജചോളനുമായി നമ്മുടെ പ്രധാനമന്ത്രി മോദിക്ക് ബന്ധമുണ്ടോ? പാർലമെന്റിൽ 2 ചെങ്കോൽ സ്ഥാപിച്ചു. ചോള രാജാക്കന്മാരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ രാജാധികാര കൈമാറ്റം സൂചിപ്പിക്കാനായി ചെങ്കോൽ ഉപയോഗിച്ചിരുന്നു. അത് മോദിജിയെ പാർലമെന്റിൽ കൊണ്ടുവച്ചു. പക്ഷേ നമ്മൾ പറയാൻ പോകുന്നത് ചെങ്കോൽ വിഷയമല്ല. 2026 മെയ് 17 നെതർലാൻഡ്സ് നമ്മുടെ പ്രധാനമന്ത്രി മോദിക്ക് ഭാരതത്തിൻ്റെതായ ഒരു പുരാവസ്തു തിരികെ നൽകി. വെറും ഒരു പുരാവസ്തു ആയിരുന്നില്ല അത്, മറിച്ച് 1000 വർഷത്തെ ഇന്ത്യൻ കടൽ ശക്തിയുടെ രേഖയാണ്. 4 ഭാഗങ്ങളായി സംഭവം പറയാം. ഭാഗം 1, 30 കിലോ ഭാരമുള്ള ചരിത്രം. 2026 മെയ് 17 നെതർലാൻഡ്സിലെ ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ കയ്യിൽ 30 കിലോഗ്രാം വരുന്ന ചെമ്പുതകിടുകൾ തിരികെ നൽകി. 21 വലിയ ഏടുകളും 3 ചെറിയ ഏടുകളും അടങ്ങിയിരുന്നതായിരുന്നു അവ. ആ തകിടുകളുടെ പ്രത്യേകതകൾ: വെങ്കല വളയത്തിൽ കോർത്തവ, രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ രാജമുദ്രയാൽ സീൽ ചെയ്തവ, തമിഴിൽ എഴുതിയവ, സംസ്കൃതത്തിൽ മുദ്രണം ചെയ്തവ. ഈ തകിടുകൾ നാഗപട്ടണത്തെ ബുദ്ധവിഹാരത്തിന് ഭൂമി നൽകുന്ന ചോള രാജവംശമായിരുന്നു. ആ വിഹാരം നിർമ്മിച്ചത് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജാവാണ്. ചോള സംരക്ഷണത്തിൽ ഇതിന് 11 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. 1700 ഡച്ച് മിഷണറി കൊണ്ടുപോയി. 3 പതിറ്റാണ്ട് ലെയ്ഡനിൽ സൂക്ഷിച്ചു. 2012 മുതൽ ഇന്ത്യ തിരികെ ആവശ്യപ്പെട്ടു. 2018 ഔപചാരിക സമ്മർദ്ദം ചെലുത്തി. ഒടുവിൽ 2026 തിരികെ എത്തി. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സമ്മാനമല്ല, ഇതൊരു രാഷ്ട്രരേഖയാണ്. 1-ാം ഭാഗം. പശ്ചാത്തലം 1025 ചോള നാവികാഭ്യാസം. ലെയ്ഡന് 1000 വർഷം മുൻപ് ചോളർ നേരിട്ട പ്രധാന പ്രശ്നം മലാക്ക കടലിടുക്കായിരുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ജലപാത. 1. ശ്രീവിജയയുടെ കുത്തക. ഇന്നത്തെ ഇന്തോനേഷ്യയിലെ വിജയയുടെ സാമ്രാജ്യം മലാക്ക കടലിടുക്ക് പൂർണ്ണമായും നിയന്ത്രിച്ചു. എല്ലാ കപ്പലുകളും വ്യാപാരങ്ങളും ചരക്കുകളും നികുതികളും ചുങ്കത്തിനും ഉപദ്രവത്തിനും വിധേയമായി. 2. ചോളരുടെ പ്രതിസന്ധി. ചൈനയുമായുള്ള ചോള വ്യാപാരം ഈ കുരുക്കിലൂടെ മാത്രമായിരുന്നു. വിജയിയുടെ അനുമതിയില്ലാതെ ഒരു ചരക്കും കടന്നുപോകില്ല. 3. 1025 നീക്കം. രാജേന്ദ്ര ചോളൻ ചോദിക്കുന്നു നിർത്തി. വിജയ നാവികസേന കാത്തുനിന്ന വടക്കൻ വഴിക്ക് പകരം ആരും പ്രതീക്ഷിക്കാതെ തെക്ക് നിന്ന് നാവികസേന അയച്ചു. 4. ഫലം: പലാങ്ബാങ് വീണു. വിജയ രാജാവ് ബന്ധിയായി. രത്നഖചിതമായ യുദ്ധകവാടം വിജയചിഹ്നമായി ഇന്ത്യയിലെത്തി. പലാങ്ബാങ് എന്താണ്? പലാങ്ബാങ് ശ്രീവിജയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ഇന്നത്തെ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലെ പ്രധാന നഗരം. 1025 ഇത് വിജയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവും പ്രധാന തുറമുഖവുമായിരുന്നു. രാജേന്ദ്ര ചോളൻ മലാക്ക കടലിടുക്കിലെ ശ്രീവിജയയുടെ കുത്തക തകർക്കാൻ നാവികസേനയെ അയച്ചപ്പോൾ ആദ്യം വീണത് പലാങ്ബാങ് ആണ്. ശ്രീവിജയ നാവികസേന വടക്ക് കടലിൽ ചോളരെ കാത്തുനിന്നപ്പോൾ രാജേന്ദ്ര ചോളൻ തെക്ക് നിന്ന് വന്ന് പലാങ്ബാങ്ങിൽ നേരിട്ട് ആക്രമിച്ചു. ഇതൊരു സർപ്രൈസ് അറ്റാക്ക് ആയിരുന്നു. തലസ്ഥാനം വീണതോടെ യുദ്ധം തീർന്നു. ചോള നയം: അധിനിവേശമല്ല, വിമോചനം. ചോളർ സുമാത്രയിൽ പട്ടാളത്തെയോ കോളനിയോ പ്രവിശ്യയോ സ്ഥാപിച്ചില്ല. പലാങ്ബാങ് പിടിച്ചെടുത്തതാണ് ചോളരുടെ 1025 വിജയത്തിന്റെ ടേണിംഗ് പോയിന്റ്. പക്ഷേ ചോളർ അവിടെ ഭരിക്കാൻ നിന്നില്ല. കുത്തക തകർത്ത് മടങ്ങി. തുടർന്ന് 100 വർഷം ആ വ്യാപാര ഇടനാഴി തമിഴ്നാട് വ്യാപാര സംഘങ്ങൾ നിയന്ത്രിച്ചു. ഇത് കൈവശം വെക്കലിനേക്കാൾ അധികാരം മനസ്സിലാക്കിയ നാഗരികതയാണ്. ഭാഗം 3. തന്ത്രപ്രധാനമായ താവളം മാനക്കാവരം. 1025 ആക്രമണത്തിന് മുൻപ് ചോളർക്കൊരു മുന്നണി താവളമുണ്ടായിരുന്നു: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. 1050 ശിലാലിഖിതത്തിൽ ഇത് മാനക്കാവരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതായിരുന്നു ചോള സാമ്രാജ്യത്തിന്റെ ഫോർവേഡ് ബേസ്. 1. എന്താണ് മാനക്കാവരം? 1050 തഞ്ചാവൂർ ലിഖിതത്തിൽ ചോളർ ഉപയോഗിച്ച പേരാണ് മാനക്കാവരം. ചോള സാമ്രാജ്യത്തിന്റെ കടൽ വഴിയുള്ള സൈനിക നീക്കങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി താവളമായിരുന്നു ഇത്. 2. പേരിന്റെ അർത്ഥം. ചരിത്രകാരന്മാർ ഇതിനെ 2 രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. നഖ, നഗ്നൻ. ദ്വീപിലെ ഗോത്രവർഗക്കാരെ സൂചിപ്പിച്ച് നഗ്നരുടെ വലിയ നാട് എന്ന അർത്ഥത്തിൽ മാനക്കാവരം. നക്കാവരം എന്ന വാക്ക് പിന്നീട് വിദേശികൾക്ക് നിക്കോബാറായി മാറി. മാ എന്നാൽ വലിയ, മഹത്തായ. 3. ചോളർക്ക് എന്തിനായിരുന്നു മാനക്കാവരം? 1025 രാജേന്ദ്ര ചോളൻ
ശ്രീവിജയ ആക്രമിച്ചപ്പോൾ മാനക്കവരമായിരുന്നു സ്റ്റേജിംഗ് ബേസ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് മലാക്ക കടലിടുക്കിലേക്കുള്ള കപ്പൽപ്പടയ്ക്ക് ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണി നടത്താനും അവസാന ഒരുക്കങ്ങൾ നടത്താനും ഈ ദ്വീപുകൾ ഉപയോഗിച്ചു. ചുരുക്കത്തിൽ മാനക്കവരം ഇല്ലായിരുന്നെങ്കിൽ 1025 നാവിക വിജയം നടക്കില്ലായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ഇല്ലാതെ ചോളരുടെ തെക്കുകിഴക്കൻ ഏഷ്യൻ കടലാധിപത്യം അസാധ്യമായിരുന്നു. ഇത് ഗൃഹാതുരത്വമല്ല, ചരിത്രം സംഭവിച്ചെടുത്ത് തന്നെ സ്ഥാപിച്ച ഓർമ്മയാണ്. ഇന്നത്തെ മോദി ഭരണത്തിലെ പ്രസക്തി. 2024 മപ്ലോഡ് ബ്ലെയറിന്റെ പുനർനാമകരണം. പ്ലോഡ് ബ്ലെയർ ശ്രീ വിജയപുരമായി പുനർനാമകരണം ചെയ്തു. ശ്രീവിജയെ തോൽപ്പിച്ചതിന്റെ ഓർമ്മ നേരിട്ട സ്ഥലത്ത് കൊണ്ടുവന്നു. 2 ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട്. ചോളർ 1000 വർഷം മുൻപ് ഉപയോഗിച്ച അതേ തന്ത്രപ്രധാന സ്ഥലത്ത് ഇന്ന് ഇന്ത്യ $9.5 ബില്യൺ തുറമുഖവും നാവിക താവളങ്ങളും പണിയുന്നു. അതുകൊണ്ട് മാനക്കവരം വെറും പഴയ പേരല്ല, ഇന്ത്യയുടെ സമുദ്രത്തിന്റെ 1000 വർഷത്തെ തുടർച്ചയാണ്. ഭൗമ രാഷ്ട്രീയ സന്ദേശ പ്രവർത്തികൾ സംസാരിക്കുമ്പോൾ അത് സംസാരിക്കുന്നത് 1. മേശയ്ക്ക് കുറുകെ കൈമാറുന്ന വസ്തുക്കളിലൂടെ ചെമ്പു തകിടുകൾ. 2. വിശദീകരിക്കാത്ത ചടങ്ങുകളിലൂടെ പുനർനാമകരണം. 3. നിർമ്മാണങ്ങളിലൂടെ ഗ്രേറ്റ് നിക്കോബാർ തുറമുഖം. 3 പ്രവൃത്തികൾ ഒരേ സന്ദേശം നൽകുന്നു. ഭാരതം ചെമ്പുതടുകൾ തിരികെ പിടിക്കുന്നു, പോർട്ട് ബ്ലെയറിന് പുനർനാമകരണം ചെയ്യുന്നു, ഏറ്റവും വലിയ തുറമുഖം പണിയുന്നു, നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കുന്ന ഭാരതം, 1000 വർഷം നിലനിൽക്കുന്ന ഓർമ്മ. ചോളർ കടൽ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, മറ്റാരെയും അത് സ്വന്തമാക്കാൻ അനുവദിച്ചതുമില്ല. ഇന്ന് ഭാരതം കൃത്യമായും അതുതന്നെ ചെയ്യുന്നു. ഒരു ചെമ്പുതകിട് കള്ളം പറയില്ല, അതിന് പത്രക്കുറിപ്പ് വേണ്ട, 1000 വർഷം നിലനിൽക്കാൻ ആരുടെയും അനുവാദം വേണ്ട. ഭാരതം ഉയരുകയാണ് പരമ വൈഭവത്തിലേക്ക്. ഹിന്ദു രക്ഷാ മമ